അപ്പോൾ ഇതേ ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഞങ്ങളിതേ മൈലാഞ്ചിക്ക് പോവാട്ടോ. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ നടക്കുന്നത് ഇത്താത്താടെ വീട്ടിലാണ്, ഹോളിലൊന്നുമല്ല. അപ്പോൾ പെരുമ്പാവൂരാണ്, കുറേ ടൈം എടുക്കും. ഇപ്പോൾ സമയം ഏകദേശം എന്തോ 6 മണിയായെന്ന് തോന്നണം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ പോവാട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നല്ലേ, അപ്പോൾ എൻ്റെ ഇത്താത്താടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞായറാഴ്ചയാണ് കല്യാണം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാട്ടോ. അപ്പോൾ നിസാറില്ലാത്തതുകൊണ്ട് തന്നെ ഞാനും പിള്ളേരൊക്കെ വാപ്പിച്ചിയുടെ ഉമ്മച്ചിയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത്താത്താന്ന് പറഞ്ഞാൽ വാപ്പിച്ചിയുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ മോളുടെ വീടാണ് കേട്ടോ. അപ്പോൾ ആ മോൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളൊരു 6:30 ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ അതേ വീടൊക്കെ ഇങ്ങനെ ഫുള്ള് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകളൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ വീട്ടുകാർ മാത്രം ഉള്ള കുഞ്ഞൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്താത്താടെ വീട്ടുകാരും കേക്കാടെ വീട്ടുകാരും പിന്നെ പയ്യൻ്റെ കുറച്ച് ഫ്രണ്ട്സും മാത്രം അടങ്ങണ ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഫംഗ്ഷനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അതേ വീടൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ളിങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അതേ കണ്ട നമുക്ക് നല്ല അടിപൊളി പായസവും പലഹാരങ്ങളൊക്കെ കിട്ടിയായിരുന്നേ. അപ്പോൾ ഈ പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ചപ്പം, കുടലപ്പം, 6 നമ്പർ അതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 6 നമ്പറിനെ നിങ്ങളൊക്കെ എന്താ പറയണതെന്ന് അറിയില്ല, ഞങ്ങളതിനെ ആ പേരിലാണ്ടോ പറയാറ്. അപ്പോൾ ഈ പലഹാരങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ, കടയിൽ നിന്നൊന്നും വാങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും തന്നെ അതൊക്കെ ഇങ്ങനെ കുറേ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കൊച്ചാപ്പാട ഭാര്യ പിന്നെ മക്കൾ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇഞ്ഞാമ്മ പിന്നെ കൊച്ചാപ്പാട മോനാണ് ബാസി, നേരത്തെ എൻ്റെ അടുത്ത് ഇരുന്നേച്ചടതേ ആ ഇരിക്കുന്ന റെഡ് ടീഷർട്ടൊക്കെ ഇട്ടേക്കണത്. അപ്പോൾ അതേ പിള്ളേരെല്ലാവരും തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ മൂത്തുമ്മാനെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടില്ലേ, വാപ്പച്ചയുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ. അപ്പോൾ ആ മൂത്തുമ്മാടെ മോളുടെ ഉണ്ട് വീട്ടിൽ കല്യാണം. അപ്പോൾ ഇതേ മക്കളെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കത്തിയടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് പേരുള്ളതുകൊണ്ട് തന്നെ എല്ലാവരോടും വേഗം തന്നെ ഫുഡൊക്കെ അങ്ങനെ കഴിക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറ്, ബീഫ് കറി, പരിപ്പ് കറി, കച്ചമ്പറ്, അച്ചാറ് അതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഐറ്റംസുകൾ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്ന്, വീട്ടുകാർ മാത്രമായിട്ട് പങ്കെടുക്കേണ്ട ഒരു കുഞ്ഞു പരിപാടിയായിരുന്നു. അതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും വീട്ടുകാർ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ പയ്യൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പുറത്തുള്ളവർ അധികമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാക്കനാട് നിന്ന് വന്ന ഒരുപാട് ബന്ധുക്കളും ഉണ്ടായിരുന്നേ, അവരൊക്കെയാണ് കേട്ടോ ഈ ഇരിക്കണ അതിൽ കൂട്ടത്തിലൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിലാണ് ഇതേ പയ്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എന്തോ ഒരു തീമിലാണ്, പാണ്ടി നൈറ്റ് എന്നാണ് കേട്ടോ ഇപ്പോൾ ഈ തീമിന് അവരിട്ടേക്കണ പേര്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈലാണ് എന്താ പറയുക, ഡ്രസ്സും പാട്ടും എല്ലാം അങ്ങനെ ഒരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ അവൻ്റെ ആ വരുന്ന കാറും ഒക്കെ ഒരു തമിഴ്നാട് സ്റ്റൈലാണ് ഡെക്കറേറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അവൻ പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീമിലാണ് ഫ്രണ്ട്സ് അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കല്യാണങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ തീമിലാണ് കേട്ടോ ഇങ്ങനെ വെഡ്ഡിങ്ങിന് ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ നടത്തുന്നത്. അപ്പോൾ അവൻ തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ട് അവൻ്റെ തീം ഇങ്ങനെ തമിഴ്നാട് സ്റ്റൈലിലാക്കിയേക്കാണ്. അപ്പോൾ ഒരു പാണ്ടി നൈറ്റ് എന്നാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഫംഗ്ഷൻ്റെ പേര്. അപ്പോൾ അവർ നടത്തണ കുഞ്ഞൊരു പ്രോഗ്രാമാണ് കേട്ടോ ഇന്ന്, അല്ലാതെ വേറെ കൂടുതലായിട്ട് അങ്ങനെ വേറെ പരിപാടികളൊന്നും ഇന്നത്തേൽ ഇല്ലായിരുന്നു കേട്ടോ.
എല്ലാവർക്കും എല്ലാ സിദ്ധപ്പളയങ്ങൾക്കും இந்த கேரளா மண்ணுருக்கிய தமிழ்நாடு விருதுக்கு பாண்டினட்டுக்கு வணக்கம். അങ്ങനെ പരിപാടി ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തമിഴ് പാട്ടുകൾ വെച്ചിട്ടുള്ള കുറേ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നായിരുന്നു കേട്ടോ. രാത്രി ഒരു 11-11:30 വരെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാം കണ്ടിട്ട് പോകാനും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നു കേട്ടോ ആ പരിപാടി. പിന്നെ കൂടുതലായിട്ട് മൈലാഞ്ചി അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഡാൻസിൻ്റെ ഇടയിൽ കൂടി ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ താത്താമാരെ പിള്ളേരൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൂടി നിന്നിട്ട് അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ലാസ്റ്റ് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ പരിപാടികളൊക്കെ കാണലും പിടിക്കലും അതൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലീസിനൊന്നും വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇന്ന് പിള്ളേരെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇന്ന് ഫുള്ളിങ്ങനെ കണ്ടു നിൽക്കലൊക്കെ ആയിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങളും നിന്ന് അങ്ങനെ പയ്യൻ്റെ കൂടെ നിന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ പയ്യൻ്റെ പേര് റിസ്വാൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ അതിനുശേഷം മാലപ്പടക്കം പൊട്ടിക്കൽ, പിന്നെ ഇതുമാതിരത്തെ പൂത്തിരി കത്തിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കല്യാണ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി പുതിയ കല്യാണത്തിൻ്റെ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.